പണപ്പെരുപ്പ നിരക്കിനേക്കാൾ ഉയർന്ന തോതിൽ ആദായം നൽകാൻ ശേഷിയുള്ള നിക്ഷേപ മാർഗങ്ങളിലൊന്നാണ് ഓഹരികൾ. 1994 മുതൽ 2020 വരെയുള്ള കാലയളവിൽ രാജ്യത്തെ ശരാശരി പണപ്പെരുപ്പം 7% രേഖപ്പെടുത്തിയപ്പോൾ NSEയുടെ അടിസ്ഥാന സൂചികയായ നിഫ്റ്റിയാകട്ടെ 13% നിരക്കിൽ സംയോജിത വാർഷിക വളർച്ച കൈവരിച്ചു. ഇത് കണക്കിലെടുത്താൽ തന്നെ ഓഹരിയുടെ മികവ് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അതായത് ദീർഘകാലയളവിൽ ഓഹരിയിലെ നിക്ഷേപത്തിൽ നിന്നും പണപ്പെരുപ്പത്തെ മറികടക്കുന്ന ആദായം ഏറെക്കുറെ ഉറപ്പിക്കാനാകുമെന്ന് സാരം. 10 വർഷത്തേക്ക് ഓഹരിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ 10-ൽ 9 തവണയും ഓഹരിയിൽ നിന്നുള്ള ആദായം പണപ്പെരുപ്പത്തെ മറികടക്കുന്നു. അതേപോലെ പണപ്പെരുപ്പത്തെ മറികടക്കുന്ന ആദായ മാർജിനും ഉയർന്നതായതിനാൽ തന്നെ ഇടയിൽ തിരിച്ചടി നേരിടുന്ന ഘട്ടത്തിൽ അത് തട്ടിക്കിഴിച്ചു പോകാവുന്നതേയുള്ളൂ. എന്നിരുന്നാലും ഓഹരിയിൽ നിന്നും മികച്ച ആദായം നേടണമെന്നതിന് ഉറപ്പ് പറയാനാകില്ല. പക്ഷേ മികച്ച നിക്ഷേപ തന്ത്രങ്ങളിലൂടെയും പുലർത്തേണ്ട അച്ചടക്കം പാലിച്ചും ഓഹരി നിക്ഷേപത്തിൽ നിന്നും വിജയം നേടാവുന്നതേയുള്ളൂ.